ഒഴുക്കിനെതിരെ നീന്തിയവനാണ് അനീഷേട്ടൻ. ഇത് പറയുന്നത് മറ്റാരുമല്ല, അക്ബറാണ്. രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് ഗൈസ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ അക്ബർ അനീഷിനെയാണ് തിരഞ്ഞെടുത്തത്. ഒരു ടാഗ് ലൈൻ കൊടുക്കണം, ഒഴുക്കിനെതിരെ നീന്തിയവൻ. 20 പേരും 20 പേരും അറ്റാക്ക് ചെയ്തപ്പോഴും അതുപോലെ 20 പേർക്കും ഒറ്റ അഭിപ്രായമുള്ളപ്പോഴും 21ാമത്തെ അഭിപ്രായമായിട്ട് അനീഷേട്ടൻ ഒറ്റയ്ക്കാണ് നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒഴുകി വരുന്ന ഒഴുക്കിനെതിരെയാണ് പുള്ളി നീന്തിയത്. അത് പുള്ളിയുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരിക്കാം, അത് ഗെയിം ആയിരിക്കാം, എന്ത് തന്നെയായാലും പുള്ളി അത് ആദ്യ ദിവസം മുതൽ തന്നെ 50-60 ദിവസം വരെ അതുപോലെ തന്നെ കൊണ്ടുപോയ ഒരേ ഒരു ഗെയിമർ എന്ന് പറഞ്ഞാൽ, ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷേട്ടൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഈ ഒഴുക്കിനെതിരെ നീന്തിയവൻ എന്നുള്ളൊരു ടാഗ് ലൈനാണ് കൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അക്ബറൊക്കെ അങ്ങനെ ഹൗസിലുള്ളവർക്കും അത് മനസ്സിലായി എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട്, അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണത്, അദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം, കാരണം അദ്ദേഹം എല്ലാവരുമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമ്മൾ കണ്ട്. അത് വേറെ ആർക്കും അത് സാധിക്കില്ല, ആര് വിചാരിച്ചാലും സാധിക്കില്ല. അങ്ങനെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു ഗെയിമർ ഈ ബിഗ് ബോസ് സീസൺ 7 വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ചിലവർ ഒഴുകുന്ന അനുസരിച്ച് ആ ഒഴുക്കിന് അനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഒരാൾ മാത്രമാണ് ഒഴുക്കിനെതിരെ നീന്തിയവൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു ഒറ്റയാനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ഒറ്റക്കൊമ്പനായിട്ട് തന്നെ ബിഗ് ബോസിലുള്ളവർ പോലും അദ്ദേഹത്തിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നൂറ വന്ന് പറയുന്നത് അനുമോളയാണ്. കരച്ചിൽ റാണി എന്നുള്ള ടാഗ് ലൈനാണ് കൊടുക്കുന്നത്. എന്ത് കാര്യത്തിനും ഏതിനും കരച്ചിൽ തന്നെയായിരുന്നു. കുറേ കാലം അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് തോന്നി അത് കരച്ചിൽ മാറ്റിയെങ്കിലേ ശരിയാവത്തുള്ളൂ. അങ്ങനെ പിന്നെ കരച്ചിൽ മാറ്റിയിട്ട് വീണ്ടും അടുത്ത ഒരു സ്ട്രോങ് ആയിട്ടൊക്കെ വരുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ കരച്ചിൽ റാണി എന്നുള്ള ടാഗ് ലൈനാണ് നമ്മുടെ അനുമോൾക്ക് നൂറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനീഷേട്ടൻ അക്ബറിനെയാണ് തിരഞ്ഞെടുത്തത്. പാട്ടും ജീവിതവുമായിട്ട് നടക്കുന്നവൻ എന്നുള്ള, പാട്ട് ജീവിതവും ഒത്തുചേർന്ന ഒരാൾ എന്നുള്ളൊരു ടാഗ് ലൈനാണ് കൊടുത്തത്. പാട്ടിനോടൊപ്പം തന്നെ ജീവിതവും എന്നൊരു ടാഗ് ലൈനാണ് അക്ബറിന് അനീഷേട്ടൻ കൊടുത്തത്. എന്തായാലും ഒരു നല്ല മോർണിംഗ് ആക്ടിവിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്.